ഗുഡ് ആഫ്റ്റർനൂൺ. ബേസിക് സയൻസിലെ രണ്ടാമത്തെ അധ്യായം പ്രകാശവിസ്മയങ്ങൾ അഥവാ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന അധ്യായത്തിലെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായി നമ്മൾ പ്രകാശത്തിൻ്റെ പ്രധാനപ്പെട്ട 2 വിസ്മയങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. എല്ലാവർക്കും അതെല്ലാം ഓർമ്മയുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രകാശത്തിൻ്റെ 2 വിസ്മയങ്ങൾ അഥവാ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതുപോലെ അപവർത്തനം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ 2 വിസ്മയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് പ്രകാശത്തിൻ്റെ 3ാമത്തെ വിസ്മയത്തെ പരിചയപ്പെടാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കൂ. എന്താ നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്? അതെ, എല്ലാവർക്കും അറിയും, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? മഴവില്ല്. എപ്പോഴാണ് നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുള്ളത്? മഴക്കാലങ്ങളിലാണ് സാധാരണയായിട്ട് മഴവില്ല് ഉണ്ടാവുന്നത്. മഴയ്ക്ക് മുമ്പോ മഴയ്ക്ക് ശേഷമോ നല്ല വെയിലുള്ള സമയത്ത് അന്തരീക്ഷത്തിൽ വെള്ളത്തുള്ളികളുള്ള അവസ്ഥയിലാണ് നമുക്ക് മഴവില്ല് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു മഴവില്ല് നമുക്ക് കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കുമോ? അതിന് വേണ്ട സാമഗ്രികൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ട സാമഗ്രികൾ: ഒരു പരന്ന പാത്രം, പാത്രത്തിൽ അല്പം ജലം, പിന്നെ ഒരു ദർപ്പണം. ഈ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ദർപ്പണം ചരിച്ച് വെക്കുക. അതിനുശേഷം നല്ല പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത്, സൂര്യപ്രകാശം കണ്ണാടിയിൽ തട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് പരീക്ഷണം ചെയ്തു നോക്കാം. എല്ലാവരും വാജിദ് ചെയ്തു നോക്കിയ ഈ പരീക്ഷണം ഒന്ന് കണ്ടു നോക്കൂ. മഴവില്ല് ഉണ്ടാകുന്നത് എങ്ങനെ? അതിനു വേണ്ട സാധനങ്ങൾ: ഒരു ദർപ്പണം, സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം. ഇനി നിരീക്ഷണത്തിലേക്ക് പോകാം. ഇനി നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ ദർപ്പണം വെക്കാം. ഇപ്പോൾ നമുക്ക് ചുവരിൽ കുറെ നിറങ്ങൾ കാണാൻ സാധിക്കും. നിരീക്ഷിക്കൂ, ഇതാണ് മഴവില്ല്. ഇത് ഉണ്ടാകുന്നത് പ്രകാശം വെള്ളത്തിലെ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസം. ഇങ്ങനെയാണ് മഴവില്ല് ഉണ്ടാകുന്നത്. പരീക്ഷണം എല്ലാവരും കണ്ടല്ലോ. എന്നാ നിങ്ങൾ കണ്ടത്? അതെ, ചുമരില് പല വർണ്ണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. എങ്ങനെയായിരിക്കും ഈ വർണ്ണങ്ങൾ ഉണ്ടായത്? നമ്മളെടുത്ത വെള്ളത്തിൽ ആ നിറങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. കണ്ണാടിയിലോ? ഇല്ല. നമ്മൾ എന്താ ചെയ്തത്? കണ്ണാടി വെള്ളത്തിൽ ചരിച്ചു വെച്ചു. എന്നിട്ട് സൂര്യപ്രകാശത്തെ ചുമരിലേക്ക് പതിപ്പിച്ചു. അപ്പൊ നമ്മൾ അവിടെ എന്താ ഉപയോഗിച്ചത്? സൂര്യപ്രകാശം അല്ലേ? അപ്പോൾ സൂര്യപ്രകാശത്തില് ഈ നിറങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടോ? എന്തായിരിക്കും അവിടെ നടക്കുന്ന പ്രവർത്തനം നിങ്ങൾക്കറിയാമോ? സൂര്യപ്രകാശം വെള്ളത്തുള്ളിയിൽ തട്ടി ചുമരിൽ പതിച്ചപ്പോഴാണ് ഈ വർണ്ണങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ ഈ വർണ്ണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും അല്ലേ? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലുള്ള വെള്ളത്തുള്ളികളിൽ തട്ടി അതിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അത് പല വർണ്ണങ്ങളായി മാറുന്നു. ഇതാണ് നാം കാണുന്ന മഴവില്ല്. ഈ മഴവില്ലില് ഏതൊക്കെ വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ നിറങ്ങളുടെ എല്ലാം ആദ്യത്തെ അക്ഷരങ്ങൾ ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. നമുക്ക് എന്ത് പേരാണ് ലഭിക്കുന്നത്? അതെ, വിബ്ജിയോർ. മഴവില്ലിലെ നിറങ്ങളെ ഓർത്തു വെക്കാൻ നമുക്ക് വിബ്ജിയോർ എന്ന പേര് ഉപയോഗിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ട പ്രകാശത്തിൻ്റെ വിസ്മയങ്ങളായ പ്രതിപതനം, അപവർത്തനം, ആ ഭാഗങ്ങളിൽ നമ്മൾ ചില ഉപകരണങ്ങളെ പരിചയപ്പെട്ടു. പ്രതിപതനം പഠിച്ചപ്പോൾ നമ്മൾ 3 ഉപകരണങ്ങളാണ് പരിചയപ്പെട്ടത്. ദർപ്പണങ്ങൾ: സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം.
ലെൻസുകൾ പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് ഉപകരണങ്ങളെ പഠിച്ചു, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഉപകരണമാണ് പ്രിസം. 2 ത്രികോണവശങ്ങളും 3 ചതുരവശങ്ങളും ഉള്ള ഒരു സ്ഫടികക്കട്ടയാണ് പ്രിസം. ഈ പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ അത് ഘടകവർണ്ണങ്ങളായി മാറുന്നു. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രകീർണനം അഥവാ ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സൂര്യപ്രകാശത്തിന് നമുക്ക് ധവളപ്രകാശം എന്നാണ് പറയുന്നത്. ധവളപ്രകാശം പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായി മാറുന്നു. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രകീർണനം അഥവാ ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്. സൂര്യൻ്റേത് ധവളപ്രകാശമാണ്. ധവളപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ് ഈ വർണ്ണങ്ങൾ. പ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായി മാറുന്നു. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാവുന്നത്. Sunlight is white light. White light consists of 7 colors. Violet, indigo, blue, green, yellow, orange and red are the colors. When light is passed through a prism, it splits into its component colors. The phenomenon of the splitting up of white light into its component colors is dispersion. It occurs because different colors in white light undergo different extents of refraction. അപ്പോൾ പ്രകീർണനം അഥവാ ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ നമുക്ക് ധവളപ്രകാശം ലഭിക്കുമോ? നമുക്ക് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. അതിന് ആവശ്യമായ സാമഗ്രികൾ നമ്മൾ ഉപയോഗശൂന്യമായ ഒരു CD, പെൻസിൽ, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷണം ചെയ്തു നോക്കാവുന്നതാണ്. CD-യിൽ മഴവില്ലിൽ കാണുന്നത് പോലെ 7 വർണ്ണങ്ങൾ ഇതുപോലെ പെയിന്റ് ചെയ്യുക. അതിനുശേഷം ഒരു പെൻസിൽ എടുത്ത് CD-യുടെ ദ്വാരത്തിൽ പെൻസിൽ വെച്ചിട്ട് CD വേഗത്തിൽ കറക്കി നോക്കുക. നമുക്ക് വെള്ള നിറം കാണാം. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്തു നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ഇവിടെ നമുക്ക് ഈ CD വെക്കാം. ഒരു ബാറ്ററി സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ CD വേഗത്തിൽ കറങ്ങുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. CD ഏത് നിറത്തിലാണ് കാണുന്നത്? അതെ, വെള്ള നിറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തില് ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ധവളപ്രകാശം ലഭിക്കും എന്ന് ആദ്യമായി ഈ പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് സർ ഐസക് ന്യൂട്ടൺ എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് ഈ ഡിസ്കിനെ ന്യൂട്ടന്റെ വർണ്ണപമ്പരം അഥവാ ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്നാണ് പറയുന്നത്. കൂട്ടുകാര് ഇതുപോലെ ഒരു വർണ്ണപമ്പരം ഉണ്ടാക്കി ഈ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുക. ഇനി നമുക്ക് മറ്റൊരു ഉപകരണം കൂടി പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു ബോക്സ് ആണ്. ഈ ബോക്സിൽ LED ബൾബുകൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 3 സ്വിച്ചുകളും കാണാം.
ഒന്നാമത്തെ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ചുവന്ന പ്രകാശം ലഭിക്കും. രണ്ടാമത്തെ ബൾബ് ഇടുമ്പോൾ പച്ച നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നു. മൂന്നാമത്തെ ബൾബ് ഇടുമ്പോൾ നീല നിറത്തിലുള്ള പ്രകാശമാണ് ലഭിക്കുന്നത്. ഈ 3 നിറങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളാണ് ഈ 3 വർണ്ണങ്ങൾ. ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ. ഇനി നമുക്ക് ഈ നിറങ്ങളിൽ 2 നിറങ്ങളിലുള്ള ബൾബുകൾ ഒന്നിച്ച് പ്രകാശിപ്പിച്ചു നോക്കാം. ഏത് നിറം ലഭിക്കുന്നു എന്ന് കൂട്ടുകാർ നിരീക്ഷിക്കൂ. ചുവപ്പ്, പച്ച, ഈ 2 നിറത്തിലുള്ള ബൾബുകളും ഒന്നിച്ച് പ്രകാശിപ്പിച്ചപ്പോൾ നമുക്ക് മഞ്ഞ നിറമാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ചുവപ്പും നീലയും നിറത്തിലുള്ള ബൾബുകൾ ഒന്നിച്ച് പ്രകാശിപ്പിച്ചപ്പോൾ കിട്ടുന്നത് മജന്ത നിറമാണ്. ഇനി നമുക്ക് നീലയും പച്ചയും നിറത്തിലുള്ള ബൾബുകൾ ഒന്നിച്ച് പ്രകാശിപ്പിക്കാം. ഇപ്പോൾ ലഭിച്ച ഈ നിറത്തിന് പറയുന്ന പേരാണ് സയൻ. ഈ നിറങ്ങളെ പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ 3 നിറത്തിലുള്ള ബൾബുകളും ഒന്നിച്ച് പ്രകാശിപ്പിച്ചാൽ ഏത് നിറം ലഭിക്കും? കൂട്ടുകാർ ഒന്ന് ഊഹിച്ചു നോക്കൂ. കണ്ടോ? ഈ 3 നിറങ്ങളുള്ള ബൾബുകളും ഒന്നിച്ച് പ്രകാശിപ്പിച്ചപ്പോൾ നമുക്ക് വെള്ള നിറമാണ് ലഭിച്ചത്. അപ്പോൾ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ധവള പ്രകാശം ലഭിക്കുന്നു എന്ന് നമ്മൾ ഈ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പ്രകാശത്തിന്റെ 3ാമത്തെ വിസ്മയമായ പ്രകീർണനം എന്ന പ്രതിഭാസമാണ് പരിചയപ്പെട്ടത്, അഥവാ ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം, അഥവാ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് into its component colors is called dispersion of light. ഇവിടെ നമ്മൾ 2 പരീക്ഷണങ്ങൾ പരിചയപ്പെട്ടു. മഴവില്ലുണ്ടാക്കുന്ന പരീക്ഷണവും അതുപോലെ തന്നെ ന്യൂട്ടന്റെ വർണ്ണപമ്പരം ഉണ്ടാക്കി നടത്തുന്ന പരീക്ഷണവും. ഈ 2 പരീക്ഷണങ്ങളും എല്ലാവരും ചെയ്തു നോക്കുക. പരീക്ഷണക്കുറിപ്പുകൾ ടീച്ചർക്ക് അയച്ചു തരിക. അപ്പോൾ പ്രകാശവിസ്മയങ്ങൾ എന്ന അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ അധ്യായവുമായി കാണാം. ഓക്കെ, താങ്ക് യു.